നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുന്ന ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ കെ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ തങ്കച്ചൻ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ VNP കൈമൾ. എല്ലാവർക്കും സ്വാഗതം. ഇതെല്ലാം പിന്നെ കഴിഞ്ഞ് നമ്മളവിടുന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു. താമസിച്ചു. പിന്നീട് 2-3 നാളെ കഴിഞ്ഞാൽ പിന്നെ കുട്ടീൻ്റെ പേര് വിളിക്കല്ലേ നമ്മൾ പോകണ്ടു. അതിലിടയ്ക്ക് ഒരു പ്രാവശ്യം അമ്മേനെ കൂട്ടിപ്പോയി. അമ്മ പറഞ്ഞു, മോനെ എനക്ക് എൻ്റെ മോൻ്റെ കുട്ടീനെ ഒന്ന് കാണണം, കുട്ടീനെ കണ്ടിട്ട് ഞാൻ ചാകാം, എനക്ക് ആകുന്നില്ല പിടിച്ചൊക്കെ. ഞാൻ പറഞ്ഞു, അമ്മ പോയാൽ ശരിയാവില്ല, നിങ്ങൾ ഇത്രയും അല്ലെ തന്നെ അമ്മ ടൗൺ വരെ പോക്കുള്ളൂ, ഇത്രയും ദൂരം ആദ്യമായിട്ട് ഞാൻ സഞ്ചരിക്കുന്നത്. ഞാൻ അമ്മേനെയും കൂട്ടി പോയി. അമ്മേനെയും കൂട്ടി പോകുമ്പോൾ തുടങ്ങിയില്ലേ ഈ പെണ്ണുങ്ങൾ, അതായത് എൻ്റെ ഭാര്യ അമ്മ, നിനക്കറിയില്ലേ ഇത് വേറെ ആളെ വീടാണെന്നറിയില്ലേ, നീ എന്തിനാന്ന് നിൻ്റെ അമ്മേനെയും കൂട്ടി വന്നതിന് പറഞ്ഞിട്ട് കുറേ ആൾക്ക് പറഞ്ഞാണ് എൻ്റെ അമ്മേനെ. ഭയ്യ എൻ്റെ അമ്മയായിരുന്നെന്ന് പറയണ്ടേ മേഡം, കാല് പിടിക്കുന്ന പോലെ എൻ്റെ മുമ്പിന്ന് കരഞ്ഞു പറഞ്ഞു. ഭാര്യയുടെ അമ്മ ഇങ്ങനെ പറയുന്നത് എൻ്റെ ഭാര്യ അടക്കം കേൾക്കുന്നുണ്ട്. ഓളെ അമ്മ പറയുന്നത്, അമ്മ പറയുന്നതിനോട് സപ്പോർട്ട് ചെയ്യാം. ഭയ്യ ആട്ടി പുറത്താക്കി. ഭയ്യ അമ്മച്ചി കരഞ്ഞോണ്ട് പിന്നെ ഓളെ അമ്മച്ചോട് ഞാൻ പറഞ്ഞു. അമ്മ ഓളമ്മച്ചോട് പിന്നെ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മോനെ കണ്ടിട്ട് ഞാൻ തിരിച്ച് പോയിക്കൊള്ളുന്നു. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളെ വേറെ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ, പറഞ്ഞ ഒരു പെണ്ണുങ്ങളുണ്ടാടാം, ഈ പെറ്റമ്മച്ചി അങ്ങനെ കണ്ണൂരിന്ന് വരുന്നില്ലേ, അവർ ഇന്നൊരു സൈഡ് നിൽക്കട്ടെ, അവരെ പേരക്കൂട്ടിനെ കണ്ട് അവർ ഇന്ന് കാലിലെന്നാ നീര് വെച്ചിട്ട് ഇത്രയും ഒരു യാത്രയിൽ ഇന്നൊരു സൈഡ് നിൽക്കട്ട്, എന്നിട്ട് പിറ്റേ ദിവസം പോയിക്കൊള്ളുന്നുണ്ട്. അവർ നല്ല മനസ്സിലുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും വേണ്ടിയില്ല. അപ്പം ഞാൻ അതിൻ്റെ അന്ന് വൈകുന്നേരം കേട്ടോ ഇവളെ ഒരു ദിവസം ഞാൻ എനിക്ക് നേരിട്ട് കിട്ടി, എൻ്റെ ഭാര്യനെ. അതുവരെ സംസാരിക്കാനൊന്നും കിട്ടിയില്ല. അന്ന് കയറിയിട്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ ഭർത്താവിൻ്റെ അമ്മ നിൻ്റെ അമ്മയല്ലേ, നീ എൻ്റെ ഉമ്മെന്നല്ലേ ആ പെണ്ണുങ്ങൾ ഇങ്ങനെ നിൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത്, ഒരു വാക്ക് നീ മിണ്ടിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളെ പല്ലി അടിച്ചതായില്ലേ, അല്ല കിട്ടുമടി, അല്ല എൻ്റെ ഉറപ്പുള്ള കാര്യമാണ്. ഓളോട് ഞാൻ എൻ്റെ ഭാര്യയോട് മുഖത്തൊക്കെ പറഞ്ഞു, നീ ഒരു വാക്ക് മിണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അനങ്ങാടുന്നത്, നീ ഒരു വാക്ക് മിണ്ടിയില്ലല്ലോ, നിൻ്റെ ഭർത്താവിൻ്റെ അമ്മ ആണ്, നിൻ്റെ സ്വന്തം അമ്മയല്ലേ, ഇങ്ങനെ ചെയ്യുന്നത് നീ കാണുന്നില്ല. അപ്പോൾ ഓക്കും വലിയ ഗൗരവം ഇല്ലാണ്, ഏതാണ് ഓള് ഒന്നും മിണ്ടിയില്ല, എന്നോട് വലിയ ഒരു ഗൗരവം നടത്തില്ല ഞാൻ പറയുമ്പോൾ. പക്ഷേ ഈ സങ്കടം തേച്ച് ഉള്ളിൽ ഒതുക്കുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പിറ്റേ അമ്മേനെയും കൂട്ടി ഞാൻ വന്ന് പിന്നെ 28-ന് ഒരാഴ്ച മുമ്പ് ഇവള് വിളിച്ച് പറഞ്ഞ്, ഏട്ടാ അടുത്ത ആഴ്ച കുട്ടീൻ്റെ 28 വരുന്നത്, നൂല് കെട്ടണം. അപ്പം ഞാൻ പറഞ്ഞാണ്, ഒരാഴ്ച കൊണ്ട് ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ അല്ല, എനിക്കൊരു സ്വർണ്ണത്തിൻ്റെ അരഞ്ഞാണ് കെട്ടണം എന്ന് ആഗ്രഹം. അതെന്തായാലും ഒരാഴ്ച കിട്ടിയ പണം കൊണ്ട് ആവില്ലല്ലോ കേട്ടെ. അപ്പോൾ ഈ പിന്നെ സിനിമ വീട്ടിലെ പണിയാന്നേരം അങ്ങനെ കുറേശ്ശെ കിട്ടല്ലോ, വേറെ ആളെ ഏൽപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. വേറെ ആ പൈസ ഞാൻ മേടിക്കില്ല, അങ്ങനെ ആടെ പോക്കും കുറഞ്ഞു. എന്നിട്ട് പിന്നെ ഈ ബാർബിൻ്റെ പണിയെടുത്ത പൈസ കിട്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം നോക്കേണ്ടത്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ ഒരാഴ്ച ഫുൾ പണിയെടുത്ത് 28 കഴിഞ്ഞ് 40 അടുപ്പിച്ച് ഞാൻ പോകുന്നത് അവളെ വീട്ടിലേക്ക്. 28-ന് പോയില്ല, 28-ന് പേര് വിളിച്ചില്ല, 40 പേര് വിളിച്ചത്. 40 പേര് വിളിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോടും ചോദിച്ചു, സാറിന് അച്ഛൻ്റെ വീട്ടുകാരല്ലേ പേര് വിളിക്കേണ്ടത്? അപ്പോൾ പിന്നെ വീട്ടുകാരെല്ലാം പറഞ്ഞു അച്ഛൻ്റെ വീട്ടുകാരാണ് പേര് വിളിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ പിന്നെ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കും, പേരെന്ന് കണ്ടുവെക്കുക. അങ്ങനെ കണ്ടുവെച്ച് പിന്നെ ഞാൻ പോയി. പിന്നെ അന്നേരം ഈ കുട്ടീൻ്റെ പേര് വിളിക്ക് പോകുമ്പോൾ ഞാൻ ഈ കൂട്ടുകാരനും കൂട്ടിയിട്ടാണ് പോയത്. ഇവരെ പേര് വിളി നടത്തി. അപ്പോൾ ശ്രീതനോട് ചോദിച്ച്, എന്താടാ നിൻ്റെ കുട്ടിക്ക് പേര് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അഭിരാം. അവർ അമ്മയും മോളും ഇട്ടത് അംബരീഷ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവം കഴിഞ്ഞ ആട് അവർ ചോദിച്ചു, പിന്നെ കുട്ടിക്കെന്ന പേരിടാൻ ഉദ്ദേശിക്കുന്നത് അംബരീഷ്. അപ്പോൾ ഞാൻ വിളിച്ച പേരിന് കാര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ കുട്ടീനെ അത് ഇവളാദ്യം എന്നോട് വിളിച്ച് പറഞ്ഞു, കുട്ടീനെ കുളിപ്പിക്കണോ, അപ്പോൾ കുളിപ്പിക്കുന്ന കൂട്ടർക്ക് 1500 രൂപ കൊടുക്കണം എന്ന്. 1500 രൂപ കുളിക്കുന്ന കൂട്ടി കൊടുത്ത് ഒരു അരഞ്ഞാണം മേടിച്ച്, വെള്ളീൻ്റെ ഒരു അരഞ്ഞാണം മേടിച്ചിട്ട് അരഞ്ഞാണം കെട്ടി കൊടുത്ത് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല, നാളെ പോവാം എന്നിട്ട് നീട്ടി കെട്ടിക്കൊണ്ടേ. പിന്നെ അവൾ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്ന പറഞ്ഞിടത്ത് അച്ഛനെ കണ്ട് എന്താണെന്ന് വെച്ചാൽ മണിക്കാലിലെല്ലാം മേടിച്ചിട്ട് പോകാൻ തന്നു.
അത് ഈ അച്ഛൻ എന്ന് വെച്ചാൽ ഓരോ പിന്നെ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അന്ന് ആ സമയത്ത് വെക്കേഷൻ ടൈം 40 കഴിഞ്ഞപ്പോ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാനാണ് നിങ്ങൾ? ആ 40 കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അത് നമ്മൾ സാധാരണ 90 കഴിയാതെ പറ്റുള്ളൂ. ഞാൻ അവരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും പിന്നെ വീട്ടുകാർ താമസിക്കുന്നില്ലേ ഒരുപാട്. അതായത് പിന്നെ ഇവളമ്മ ഇവളെ 2 അനിയന്മാർ ഈ പിന്നെ ഒരു കൂട്ടുകാരി അന്ന് പ്രസവത്തിനെല്ലാം കൂട്ടുകാരിന്റെ വീട്ടിലാണ്. അപ്പൊ ഈ അനിയന്മാർക്ക് ജോലിയോ കൂടിയോ ഒന്നുമില്ല? ചെറിയ സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ സ്കൂൾ എവിടെയാ? അവരുടെ സ്കൂൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പല പഠിക്കുന്നത്. പക്ഷെ സ്കൂൾ എവിടെയാ അറിയില്ല. അല്ല ഇപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ. ഇവരെ ആലുവയിൽ പഠിക്കുന്ന കുട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റി ചേർത്തു. കൂട്ടുകാരിന്റെ വീട് ജോലി വിട്ടു അമ്മ? വീട് ആലുവയിലുള്ള ജോലി വിട്ടു. എന്നിട്ട് അവിടെ പുതിയ ജോലിയായിട്ട് അവിടെ നിൽക്കുന്നു. അവിടെ എന്ത് ജോലിക്കാ പോകുന്നു എനിക്കറിയില്ല. രാവിലെ പോകുന്നു, ഉച്ചക്ക് വരുന്നതെല്ലാം കാണാം. എന്നിട്ട് ഞാനെന്ത് ഈ സംഭവം ആടെ പിന്നെ പ്രസവത്തിന് 40 ദിവസം കഴിഞ്ഞ് പേര് വിളിക്കുന്ന ഞാൻ നാളെ പോവാം മറ്റന്നാളെ പോവാം എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ദിവസം പിന്നെ ഇവളെ തന്നെ നേരിട്ട് കണ്ട് ഞാൻ ഇവിടെ വിളിച്ചു. കാരണം നിന്റെ അമ്മേനെ പോലെ ഒരു അമ്മയുണ്ട് അങ്ങും. ആ അമ്മ ഒന്നാമത് സുഖമില്ലാത്ത ഒരു അമ്മയും ഇടയ്ക്ക് തലവിറ്റെല്ലാം വരുന്നതാണ്. ഇത്രയും ദിവസം ഞാൻ മാറി നിൽക്കുമ്പോൾ അന്ന പ്രദേശിച്ച് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് വിളി വന്നാൽ ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ അമ്മ എത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് അവളോട് പറഞ്ഞു കൊടുത്തു. എനിക്ക് അധികം വിട്ടു നിൽക്കാനാവില്ല. നിനക്കറിയാലോ അമ്മേൻ്റെ സ്ഥിതി രീതിയിൽ. ഇവളോടെല്ലാം കാര്യം പറഞ്ഞു. ഇവള് പറഞ്ഞ് നാളെ തന്നെ പോകാമെന്ന്. ശരി, പിറ്റേ ദിവസം നമുക്ക് തന്നെ ഇവിടെ മനസ്സ് മാറി. ഹരീഷ് എത്ര ദിവസം അവിടെ? ഞാൻ അങ്ങനെ 10-12 ദിവസം നിന്നിട്ടുണ്ടാവും. 10-12 ദിവസം. അപ്പോൾ ആ വീട്ടിൽ ഞാൻ രാവിലെ 6 വന്നിരിക്കും, അല്ല മുറ്റത്ത് വന്നിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഇവർ എന്നാ തരുന്ന അത് തിന്ന് നടക്കും. അപ്പോൾ അതിലിടയ്ക്ക് ഇവൾക്ക് അമ്മമ്മ ഒരു അരഞ്ഞാണം കെട്ടിക്കൊടുത്തു. അപ്പോൾ ഞാൻ കെട്ടിക്കൊടുത്ത അരഞ്ഞാണം എന്ത് ഇവൾ അത് കൊടുത്തിട്ട് അതിൻ്റെ പകരം 2 കാൽവളം വാങ്ങിച്ചു. അച്ഛൻ കെട്ടിക്കൊടുത്ത അരഞ്ഞാണം കാൽവളം വാങ്ങിച്ചു. അമ്മമ്മ കെട്ടിക്കൊടുത്ത അരഞ്ഞാണം പിന്നെ ഇതുണ്ട്. ഇത് ഞാൻ പിന്നെ ഇത് കണ്ടിട്ടില്ലേ. തിരിച്ച് വീട്ടിലേക്ക് വന്ന് 3:30 മണിയാകുമ്പോൾ ഇവള് പിന്നെ ഞാൻ പറഞ്ഞ് പോകാൻ പറഞ്ഞു. 5 മണീൻ്റെ ബസ്സിന് നമ്മൾ പോകാൻ നിൽക്കുമ്പോൾ 5:10 ബസ്. അപ്പോൾ വിച്ചു അവിടെ ഇന്ന് കരച്ചില്ല, ഒരേ കരച്ചിലാണ്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞാടാ ഇന്ന് പോകണം, നാളെ പോയാൽ പോരെ. ഞാൻ എനിക്ക് പോയേ പറ്റൂ, 5 മിനിറ്റ് കൊണ്ടുണ്ട്, നീ എന്തെങ്കിലും തീരുമാനം എടുക്കുക. ഞാൻ പറഞ്ഞു പോയേ പറ്റും എന്നാലും പോയാൽ പറ്റും. ബസ് കയറി നമ്മൾ അവിടെ വിട്ടു. ബസ് വീട്ടിൽ അന്നേരമാണ് ഇവള് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ് വിച്ചു എൻ്റെ കുട്ടീൻ്റെ തലത്തോട് സത്യം ചെയ്ത് നീ ആൻസർ ചേച്ചി പിന്നെ ചക്കൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ മരിക്കുന്നതാണ്. എങ്ങനെയാണ് വിച്ചു ആണ് ചക്കൻ എൻ്റെ ഭാര്യേൻ്റെ പിന്നെ കുട്ടീൻ്റെ തലത്തോട്ടിട്ട് സത്യം ചെയ്ത പോലും പിന്നെ ഇങ്ങനെ ആൻസർ ചേച്ചു കുട്ടിയും ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു കളിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ഓൻ ഒരുപാട് ദിവസം ആടാ നിന്നെ കണ്ടിട്ട് സ്വന്തം ഏച്ചിനെ പോലെ കണ്ടിട്ട് നിന്ന ഒരു ചക്കാണ്. അപ്പോൾ നിന്നെ വിട്ട് പിരിയുമ്പോൾ ഒരു പ്രയാസം കാണും. അത് 1-2 ആഴ്ച കൊണ്ട് നമുക്കല്ലേ. നീ ഇനിയിപ്പോൾ എനിക്ക് പ്രസവത്തിന് നിന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്കത്ര വിഷമമുണ്ടേനു. ഞാൻ കരഞ്ഞോണ്ടല്ലേ വന്നെ. ഞാൻ ഇത്രയും ദിവസം ഞാൻ പിടിച്ചിരുന്നില്ല. പിന്നെ അത് സ്വാഭാവികമായിട്ട് മറന്നു പോയിക്കൊള്ളുന്നു. പിന്നെ ഓനെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഓൻ്റെ അളിയൻ്റെ വീട് ഇരട്ടിക്കാന്ന്. ഓൻ്റെ അനിയത്തിനെ കാണാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ ഭാര്യനെയും കാണാം, കുട്ടീനെയും കാണാം എന്നൊക്കെ ഞാൻ അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ആടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്കറക്കടായി. ഇങ്ങോട്ടും പിന്നെ തുടങ്ങി ഒച്ചപ്പാടും പോകണം. അത് അന്ന് പോലെ അങ്ങോട്ടേക്ക് വാക്കർക്കും മാത്രം അടിപിടിയില്ല. ഞാൻ ഓളായിട്ട് എന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പാർസലാണ്. ഈ ഒരു ഫോൺ വിളിൻ്റെ ചൊല്ലുകൊണ്ട് ഇവനാ വിളിക്കും. ഇവള് പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തി കുട്ടീനകത്ത് കിടത്തി ഇവള് പുറത്ത് പോയിട്ട് ഫോൺ വിളിക്കലാണ്. അപ്പോൾ ഞാൻ വെച്ച് ഇവളെ വീട്ടുകാരായിരിക്കും വിളിക്കുന്നുണ്ടാവും എന്ന് കരുതി ഞാനിത് പിന്നെ അയൽവക്കത്തെ ആൾക്കാരും കുട്ടികളെല്ലാം കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നില്ലേ എല്ലാവരും വീട്ടിൽ വന്നിട്ട് പിന്നെ ചോദിച്ച് എൻ്റെ ഭാര്യ കൊടുത്ത് ഞാൻ അപ്പുറത്ത് ഫോൺ വിളിക്കുന്നത് വീട്ടിൽ അവരങ്ങനത്തെ ഫോൺ വിളിക്കുന്നു തോന്നുന്നു. കുട്ടീനെല്ലാം കണ്ട് 1/4 മണിക്കൂറോളം അവരവിടെ നിന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകുന്നേരം വരാം, ഓളെ തിരക്കെല്ലാം കേട്ട് വന്നു. അപ്പോൾ ഇവരെല്ലാം പോയതിന് ശേഷം ഇവിടെ ഫോൺ കൊടുത്ത് ഇങ്ങോട്ട് വന്നു. ഞാൻ നേരെ വിളിച്ചിന് അത് വെച്ച് വിളിച്ചപ്പോൾ ഓനെ വിളിച്ചിട്ട് സംസാരിച്ചാണ്. ഞാൻ ശരിയായിക്കോട്ടെ, നിൻ്റെ അനിയനല്ലേ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ വെച്ചാൽ ഞാൻ അത് വലിയ കാര്യത്തിൽ എടുത്തില്ല. കാരണം ഞാൻ എൻ്റെ ചേച്ചിമാരെല്ലാം ഞാൻ പിന്നെ 1-1.5 വിളിക്കുന്നതാണ്. അവരെ കല്യാണം കഴിഞ്ഞ പോലെ ഇപ്പോൾ അവരെ മക്കളും പഠിക്കാൻ തുടങ്ങി, പഠിച്ച് വലുതായി അവരെല്ലാം. അന്നും ഇന്നും ഞാൻ അവരെല്ലാം വിളിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു രീതി കണ്ടുകൊണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ കണ്ടു. ഏതായാലും അതിനുശേഷം നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് വഴക്കും പ്രശ്നങ്ങളുമായി. ഫോൺ വിളിയുടെ പേര് എന്നും ഫോൺ വിളിയും ഒക്കെ എന്നും ഫോൺ വിളിയായി. അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ അന്ന് വൈകുന്നേരം ഈ കുട്ടികൾ അപ്പുറമുള്ള ഒരു കുട്ടികൾ വന്നിട്ട് ഇവിടെ ഡയറിയെല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഡയറി ഇവന്റെ കുപ്പായോ ഇതെല്ലാം വീട്ടിൽ കൊടുന്നു. അപ്പോൾ സംശയമുള്ളൊരു ഭർത്താവാണെങ്കിൽ ഈ ഫോണ് അതുപോലെ തന്നെ ഇവളെ ബാഗ് എല്ലാം ചെക്ക് ചെയ്യും. എനിക്ക് സംശയം അങ്ങനെ സംശയമില്ല, ഒരു കാര്യമില്ല, എനിക്കോട് സ്നേഹമാണ് വിശ്വാസമാണ്. അതിന്റെ പേരിൽ ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. വീട്ടിലെത്തിയത് വിച്ചുവിന്റെ 2 ഫോട്ടോ ഇവളെ ഡയറിയും കൊണ്ടുവന്നു. ആ ഡയറിയിൽ ഇവളെ 2 ഫോട്ടോ വിച്ചുവിന്റെ. അപ്പൊ ഈ കുട്ടികൾ ഇത് കണ്ടിട്ട് ഷർട്ടും വിച്ചുവിന്റെ കാണാണ്ട് എടുത്ത് കൊണ്ടുവന്ന് എന്താ പറഞ്ഞു ഈ രണ്ട് ഫോട്ടോ കണ്ടിട്ട് അന്ന് വൈകുന്നേരം അന്ന് പ്രസവിച്ച് വീട്ടിലെത്തി അന്ന് വൈകുന്നേരം ഈ സംഭവം പിന്നെ കുട്ടികൾ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചില്ല ഇതൊക്കെ കൊണ്ടുവന്നേന്ന്? അല്ല ചോദിച്ചിരുന്നു. ഈ ഫോട്ടോ കുട്ടികൾ കണ്ടിട്ട് അമ്മയോട് പറഞ്ഞു
അമ്മയോട് പറഞ്ഞപ്പോൾ അപ്പൊ എന്ന് നിങ്ങളെ ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്ക് പിന്നെ രാത്രിക്ക് പിന്നെ ഇട്ട് കിടക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞതാണ്. ഞാൻ ആർക്ക് പറഞ്ഞ കെട്ടിട്ട് നിശ്ചിത ഷർട്ടാണ് കിടക്കാൻ ഇട്ട് കിടക്കാൻ എൻ്റെ ഷർട്ടിന് കീഴില്ല ഇട്ട് കിടക്കാൻ തന്നെ നിങ്ങളുടെ ഷർട്ടിന് പകരം അയാളുടെ ഷർട്ട് ഇട്ടു ഷർട്ട് ഇട്ട് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു അമ്മ ഇതിൻ്റെ പേര് കിട്ടുപോക്കാട്ടി. ഞങ്ങൾക്ക് വയ്യ എന്നുവെച്ചാൽ ഒച്ചപ്പാടും ബോളാക്കി അപ്പുറം ഇപ്പോൾ ആൾക്കാരെല്ലാം പാഞ്ഞും വരും. എനിക്ക് വയ്യ വഴക്ക് കൂടാനും ഒരു എന്നുവെച്ചാൽ ഇത്രത്തോളം ആയിട്ട് എന്തിനാണ് നമ്മൾ അടിച്ച് ഇതാക്കുന്നത് വയ്യ പറഞ്ഞു അമ്മയോട്. എന്നിട്ട് ഈ ഫോട്ടോ കണ്ട് അമ്മയോട് ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മയാണ് എന്നെ കാണിച്ചത്. ഞാൻ എന്നോട് വെച്ച് ഇതാരാ കുട്ടികൾ. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതാ ഓളെ അനിയനെ പറഞ്ഞ ചെക്കനാണ് കൂട്ടുകാരിന് ഇങ്ങനെ കാര്യങ്ങളും പറഞ്ഞ് ഫോട്ടോ ഞാൻ പറഞ്ഞാൽ അനുസരിച്ച് ഫോട്ടോ കാട്ടുമ്പോൾ നോക്കണ്ട. കാരണം എല്ലാ ആൾക്കാർ പോയതും വന്നു കഴിഞ്ഞാൽ കാണും. കണ്ടു കഴിഞ്ഞാൽ എന്നോടാ ചോദിക്കുക. അപ്പം ഞാൻ ഫോട്ടോ എടുത്ത് അൽമാരി വെച്ച് ഡയറി ഫോട്ടോ എടുത്ത് അൽമാരി വെച്ച് പിന്നീട് പിന്നെ ഒരേ ഫോൺ വിളിയായി. ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞാൽ നീ ഫോൺ വിളിക്കുന്നത് തെറ്റൊന്നുമില്ല, എൻ്റെ അനിയനെ വിളിക്കുന്നതല്ലേ, എൻ്റെ കുട്ടീൻ്റെ കാര്യം നോക്കണം. പിന്നെ അത് ഇവള് കുട്ടി എൻ്റെ മുമ്പ് നിന്ന് കുട്ടിക്ക് പാൽ കൊടുത്തോണ്ട് ഇവൻ വിളിക്കുന്നു. വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു. ഫോൺ എടുത്താൽ ഇവൾ കട്ടാക്കി. എൻ്റെ കൂറ്റാടാടി ഇവൻ കട്ടാക്കി ഞാൻ ഇത് പിന്നെ ഞാൻ ഇവളോട് പറഞ്ഞു നീ സ്വന്തം അനിയനെ പോലെ അവനെ കാണുന്നു, ഓൻ നിന്നെ അങ്ങനെ കാണുന്നില്ല, ഇത് റോങ് ആണെന്ന് പോകുന്നു. അതുകൊണ്ട് ഫോൺ വിളി നിർത്തണം. അപ്പോൾ പിന്നീട് ഇത് വിളിക്കുന്ന കാണുമ്പോൾ പിന്നീട് കിട്ടിയായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് മോശം അടി കിട്ടിയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് മോശം ഏർപ്പാട് നിർത്തണം എന്നാണ്. പിന്നെ അവൾ നിർത്താൻ തയ്യാറ്. ഞാൻ ഇപ്പോൾ ഫോണിൻ്റെ സിമ്മ് പൊട്ടിച്ചാടി ഞാൻ പിന്നെ സാധാരണ പോലെ വന്ന് പിറ്റേ ദിവസം ഇവള് പിന്നെയും കാര്യം പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഫോൺ വിളിച്ചെത്തിക്കണം, വീട്ടിലൊരു ഫോൺ അത്യാവശ്യമാണ്, അമ്മക്ക് സുഖമില്ല, കുട്ടിയും അമ്മയെല്ലാം ഉള്ളിയല്ലേ ഇവിടെ ഉള്ളിയല്ലേ, ഞാൻ പണിക്ക് പോകുന്നതാണ്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പുറം ഇപ്പോൾ ആരും ഉണ്ടല്ലോ, എല്ലാം ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഫോൺ അത്യാവശ്യം മോണിച്ച് കൊടുക്കാൻ വന്നു. പിന്നെ വിളിക്കുന്നതൊന്നും ഞാൻ കാണില്ല, സുഖം നിന്ന് അതുവരെ. അപ്പോൾ ഈ കൂടിയ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു കൂടാൻ വേണ്ടി വന്ന് എന്നോട് പറഞ്ഞു എടാ എൻ്റെ അമ്മ ഇങ്ങനെ ഇതാന്ന് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഓളെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി വരണം എന്ന്. അവരുടെ കല്യാണം കഴിഞ്ഞു? കല്യാണം ഞാൻ എല്ലാം ശരിയാക്കി നടത്തി കൊടുത്തു. ഇതിനടക്ക് വിച്ചു നാട്ടിൽ വന്ന് പിന്നെ അന്ന് ഇവരെ മാമനും പിന്നെ ഈ വിച്ചു വന്ന ഞങ്ങൾ ചെക്കൻ്റെ പിന്നെ അനിയത്തിയും ഈ രണ്ടനിയന്മാരും വീട്ടിൽ വന്ന് ഒരാഴ്ച അവിടെ കൊണ്ടാക്കണം. ഒരാഴ്ച കൊണ്ടാക്കി തിരിച്ച് നമ്മൾ കൊണ്ടാക്കിയിട്ട് തിരിച്ചിങ്ങ് വരുന്നു. ഒരാഴ്ച അവിടെ നിൽക്കട്ടെ, എന്നിട്ട് കുറച്ച് ഒരാഴ്ച കിട്ടുന്ന പൈസയും വണ്ടീൻ്റെ ആർത്തി ബുക്ക് വേണം വെച്ചിട്ട് ആ പൈസ എടുത്തിട്ട് ഞാൻ അങ്ങ് പോയിട്ട് ഓളയും കൂട്ടി ആരുടെയും വാടക എടുത്തിട്ട് നിൽക്കലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ നിൽക്ക് നിൽക്കാം, നിൽക്ക് 4 മക്കളാണ് നമുക്ക്, അനക്ക് നിൽക്കാൻ പറ്റില്ല. തലേ ദിവസം അവിടെ കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പണിക്ക് പോയിട്ട് പിന്നെ അന്ന് പണിക്ക് പോകുന്ന ആ സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു പിന്നെ ഞാനും കൂടി വരുന്ന കേട്ടാ വന്നു. ഞാൻ പറഞ്ഞു കുട്ടീനും കൂടി ഇപ്പം വന്നില്ല, 1.5 മാസമല്ലായിരുന്നു, ഇപ്പം വരണ്ട വന്നു. അപ്പോൾ ഇവിടെ കൂടി എന്നോട് പറഞ്ഞു ഏട്ടാ എന്തായാലും ഞാൻ ഒറ്റക്കല്ലേ അനുസരിച്ചും കൂട്ടാട്ടാന്ന് പറഞ്ഞിട്ട് അന്നെ ഇങ്ങനെ സ്വീപ്പാക്കി. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു എത്ര ദിവസം നിൽക്കേണ്ട പരിപാടി അവിടെ പോയിട്ട് വന്നു. ഞാൻ പറഞ്ഞു പിന്നെ മെയ് 31-ാം തീയതി നമ്മളിവിടുന്ന് വിടുന്നു, പിറ്റേ ദിവസം ജൂൺ 1-ാം തീയതി അവിടെ എത്തുന്നത്, അന്ന് വൈകുന്നേരം തിരിക്കുന്നത്, 2-ാം തീയതി നമ്മൾ വീട്ടിലെത്തുന്നു. അതാണ് നമ്മുടെ പരിപാടി. ചിലപ്പോൾ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നതിനും കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഇവള് അമ്മയോട് പറഞ്ഞാൽ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു. വൈകിട്ട് 6 മണിക്കുള്ളിൽ എന്തായാലും വിച്ചുകൂടെ വരും. വിച്ചുകൂടെ അവൻ്റെ അവനോട് ചോദിച്ചു നോക്കാം. അവൻ്റെ ഫോൺ വഴി കൊടുത്താൽ അവൻ സംശയിക്കാൻ പറ്റില്ല. 6 മണി 7 മണി എന്തെന്ന് ഒരു ഇതും അറിവില്ല. പിറ്റേ ദിവസം ഞാൻ അവിടെ കരഞ്ഞു കൊടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം, എന്തായാലും നിന്റെ തലേന്ന് ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടിയെന്ന് കരുതിയാൽ മതി. ആര് പറഞ്ഞു? ഈ എൻ്റെ അമ്മയമ്മ എന്നോട് പറഞ്ഞ വാക്കാന്ന്. നിന്റെ തലേന്ന് ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടിയാൽ നീ നാട്ടിൽ പോയി വേറെ ഒരു കല്യാണം കഴിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മേൻ്റെ മുമ്പിൽ നിന്ന് പിന്നെ ആൻസി പറഞ്ഞ് എൻ്റെ കുട്ടീനെ തലത്തോട്ട് സത്യം ചെയ്യണം ആരോടും പറയരുതാണ്. ഈ പോകുന്ന വിവരം ഇങ്ങനെ മനസ്സിൽ ഇവർ രണ്ടാളും ഉദ്ദേശിച്ചത് ആരോടും പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവള് കുട്ടീനെ തലത്തോട്ട് സത്യം ചെയ്ത് ഇങ്ങനെ പോകുന്ന ഇവർ ആരോടും പറയാമെന്ന്. അപ്പോൾ നമ്മൾ 1-ാം തീയതി നമ്മൾ അവിടെ എത്തി. എടാ പിന്നെ കരിന്തൽക്കോട് അവരാണെന്നല്ല ഈ ഒരു മാസം കൊണ്ട് ഞാൻ 1.5 മാസം വീട്ടിൽ താമസിക്കുന്ന ആ സമയം കൊണ്ട് ഇവർ കടക്കലില്ല വീട് വിട്ടിട്ട് വീടെത്തി. എടാ പിന്നെ കരിന്തൽക്കോട് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ എന്റെ പിന്നെ ഇവരുടെ എന്റെ ഭാര്യന്റെ അമ്മ 2 അനിയന്മാരും അവരെ വാടക. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച് ഇവർ കടക്കലെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ഇവരെ വീട്ടിലേക്ക് അങ്ങനെ വന്നു. അത് ഇവർ അറിഞ്ഞു, ഞാൻ ആദ്യം പോകുന്ന ആൾക്കാർ ഇവർ അറിഞ്ഞു കരിന്തൽക്കോടായുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി എൻ്റെ ഭാര്യ വീട്ടിൽ പോകുന്നു, ഇവരെ വീട്ടിൽ പോകുന്നു. പക്ഷെ അവിടെ എത്തുമ്പോൾ എന്നാ പറഞ്ഞത് ഇതെല്ലാം കൂടി ഒരു വീട്ടിലായിട്ട് കരിന്തൽക്കോട് ഒരു ബിൽഡിങ്ങിൽ 2 വീട്. ആ സമയത്തിൽ ഇവർ രണ്ടാളും വേറെ ആയിട്ട് പിന്നെ ഒരു ബിൽഡിങ്ങിൽ 2 വീടായിട്ട് വാടക വീട്. അപ്പൊ ഇത് ഇവര് ഈ റൂമിൽ ഇവർ താമസിക്കുന്നത്. എന്റെ ഭാര്യന്റെ പിന്നെ എന്റെ ഭാര്യന്റെ അമ്മയും 2 അനിയന്മാരും ഒരു റൂമും. ഇവരും ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, ഒരേ വീട്ടിൽ. പക്ഷെ പിന്നെ ഒരു ബിൽഡിംഗ് 2 വീടായിട്ട്. അപ്പൊ ഞാൻ ജൂൺ 1-ാം തീയതി അവിടെ എത്തി. ഞാൻ ഇവരോട് പറഞ്ഞു പിന്നെ അവിടെ ഇന്ന് തന്നെ പോകണം തന്നെ. ഉച്ചയാകുമ്പോൾ 12 മണി ഞാൻ എത്തുമ്പോൾ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞാൽ ഇന്ന് തന്നെ പോകണം, നിന്റെ ഭാര്യനെ ഇടയാക്കാന്ന്. ഇവർക്ക് പറഞ്ഞ് ഭാര്യനെ ഇടയാക്കാൻ പറ്റില്ല, നിങ്ങൾ 4 ആൾ തിരിച്ചു പോകണം തന്നെ. ഇവർ ഇവിടുത്തെ പിന്നെ വാടകക്കാരൻ വെറും മോശമാണ്, അങ്ങനെയാണ് കുറേ അയാളെ പറ്റി കുറ്റങ്ങൾ എന്നോട് പറഞ്ഞു.
ഇവനോട് പറഞ്ഞിട്ട് എന്നോടല്ല. അപ്പോൾ ഞാൻ ഇത് കേൾക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പോകണമെന്ന് ഇവൻ പറഞ്ഞു. ഇന്ന് വൈകുന്നേരം വണ്ടിയെല്ലാം ക്ഷീണമല്ലേ, ഇന്ന് ഇവിടെ കൂടാ, പിറ്റേസം പോകാൻ. പിറ്റേസം 3-ാം തീയതി ഇവള് വീട്ടിൽ നിന്ന് പിന്നെ ഇവനെ ഫോൺ വിളിച്ചിട്ടെല്ലാം റെഡിയാക്കി വെച്ച്, ഇവള് വിളിച്ചിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ച്. പക്ഷേ ഇത് ഞാൻ അറിയില്ല. അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് വരുമ്പോൾ ഇവളെ കാണാനില്ല. എന്നിട്ട് ഇവളെ അമ്മച്ചോടും പറഞ്ഞു. അന്ന് ഇവളെ അമ്മയും അന്നേരം ആ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും പെണ്ണുങ്ങളെ ആടെയുള്ളൂ. ബാക്കി എല്ലാവരും പുറത്തു പോയിട്ടായിരുന്നു. ഇവളെ അമ്മച്ചി, ചെക്കൻ്റെ അമ്മച്ചി, എല്ലാവരും ഈ വിച്ചു പറഞ്ഞ അമ്മച്ചി എല്ലാവരും പുറത്തു പോയിട്ടുള്ളത്. ഇവിടെ ഭാര്യ അങ്ങ് പിന്നെ കുട്ടിക്ക് പാൽ കൊടുക്കുന്നു. ഞാൻ അടുക്കളയിൽ പോയി ചോറ് കൊടുത്ത് ഇവള് കാണില്ല. ഉടനടി വിളിച്ച് പറഞ്ഞു ഇവളെ അമ്മച്ചിനെ. അമ്മച്ചി എല്ലാം ഓടി എത്തി. എവിടെയാ പോയിന്ന് അറിയില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഓൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്, ഇവളെ ഫോണിന് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നോക്കുകയാണ്. അടുക്കളയിൽ പോയി ആഹാരം കഴിച്ച് തിരിച്ചു വന്നപ്പോ പാല് കൊടുത്തിട്ടിരുന്ന ഭാര്യയെ കാണാനില്ല, കുട്ടിയും കാണാനില്ല, ബിച്ചുവിനെയും കാണാനില്ല. ഇല്ല, ബിച്ചുവിന്റെ ഫോൺ, ബിച്ചു അങ്ങനെ ടൗണിൽ പോയി. ടൗണിൽ പോയ ഓനെ കാണാനില്ല പറഞ്ഞാൽ ഓന്റെ ഫോൺ പരിധി കൊടുത്താൽ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാര്യയും മകളെയും കുട്ടിയും കാണാനില്ല. ഇല്ല, നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. പരാതി കൊടുത്തുവോ? ഇല്ല, കൊടുത്തില്ല. അവര് വൈകിട്ട് നോക്കട്ടെ, വൈകിട്ട് വരെ നോക്കട്ടെ. വിച്ചു അങ്ങനെ ചെയ്യില്ല. വിച്ചു വരും വൈകുന്നേരം 6 മണി. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഓന്റെ ഫോൺ ഔട്ട് പരിധി കൊടുത്തു, അതുകൊണ്ട് ഓനെ സംശയിച്ചു. അപ്പൊ ഇവര് പറഞ്ഞ ഓനെ സംശയിക്കാൻ പറ്റൂല, ഓന്റെ ഫോൺ ഇവളെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ബാക്കി എല്ലാവരും ഫോണും പരിധി കൊടുത്തു. സംശയത്തിന്റെ പേരില് ഓൻ സംശയിച്ചു. അവരെല്ലാരും പറഞ്ഞു ഓനെ സംശയിക്കാൻ പറ്റില്ല, ഓൻ നല്ലൊരു ചെക്കനാണ്, നമുക്ക് പറയാൻ നല്ലൊരു ചെക്കനാണ്. എന്നിട്ട് ഇവര് അമ്മച്ചിയെല്ലാം വന്ന നേരത്തെ എല്ലാരും കൂടി പറഞ്ഞ് പിന്നെ എനക്ക് ഇത് വിശ്വാസമാകുന്നില്ല. കാരണം ഇവള് ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എവിടെയാ പോയെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ പിന്നെ അമ്മച്ചി പറഞ്ഞ് നിന്റെ പീഡനവും സംശയവും കാരണം ഓള് മരിക്കാൻ വേണ്ടി പോയതാന്ന്. കാരണം എൻ്റെ കുട്ടീനെ കിട്ടിയാൽ ഓളത് മരിച്ചിട്ട് പഞ്ചായത്ത് പിന്നെ പറമ്പത്ത് ഞാൻ കുഴിച്ചിടും, അങ്ങനെ കുറേ കുറ്റങ്ങളാണ്. അമ്മയമ്മ ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് പിന്നെ ഇവളെ പിന്നെ ഈ അമ്മയമ്മനെ പറഞ്ഞ് വൈകിട്ട് 6 മണിക്കുള്ളിൽ എന്തായാലും ബിച്ചുകൂടെ വരും. ബിച്ചുകൂടെ അവൻ്റെ ഓനോട് ചോദിച്ചു നോക്കാം. അവൻ്റെ ഫോൺ വൈദ്യുതി കൊടുത്താൽ അവൻ സംശയിക്കാൻ പറ്റില്ല. 6 മണി 7 മണി എന്തെന്ന് ഒരു ഇതും അറിവില്ല. പിറ്റേ ദിവസം ഞാനവിടെ കരഞ്ഞു കൊടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം, എന്തായാലും നിന്റെ തലേന്ന് ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടിയെന്ന് കരുതിയാൽ മതി. ആര് പറഞ്ഞു? ഈ എൻ്റെ അമ്മയമ്മ എന്നോട് പറഞ്ഞ നോക്കാം, നിന്റെ തലേന്ന് ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടിയാൽ നീ നാട്ടിൽ പോയി വേറൊരു കല്യാണം കഴിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നോക്കുന്നു. അത് ശനിയാഴ്ച. എന്തിനാ അവരോട് പറഞ്ഞേ? നിങ്ങൾക്ക് കൊടുക്കായിരുന്നല്ലോ. അന്നേരം എൻ്റെ അടുത്ത് പൈസ ഇല്ല, പോകേണ്ടി തിരിച്ചു പോകാനുള്ള പൈസ ഇല്ല. ഇവർ തീർത്ത് ഇവള് പരാതി കൊടുക്കാൻ എന്തിനാ പൈസ? അല്ല, അത്തമ്മരെ പോകേണ്ട ബസ്സിന്റെ പൈസ വേണ്ടേ? ഇവന്റെ പൈസ എടുത്തോളാണ്, ഇവന്റെ പൈസ എടുത്തോളാണ് നാട്ടിൽ തിരിച്ചു തന്നെ. ആരുടെ പൈസ? ഇവനോട് ചോദിച്ചപ്പോ ഇവന് ആ പൈസ തരില്ല എന്ന് പറഞ്ഞു. ഭർത്താവിന്റെ കറപ്പിൽ ഞാനാണ് നിൽക്കുന്നത്. എന്തായാലും പോലീസ് പരാതി കൊടുത്തില്ല, നിങ്ങൾ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. ഞാൻ എന്റെ നാട്ടിലേക്ക് വന്നു. 3-ാം ദിവസം പരാതി കൊടുക്കാതെ പോയി. അങ്ങോട്ട് പോകാനുള്ള വെച്ചാൽ എന്നാ നടക്കാറില്ല. ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് തോന്നിയില്ല. ഇവരോട് ഞാൻ പറഞ്ഞു ഇവര് പരാതി കൊടുക്കാൻ വേണ്ടി ശനിയാഴ്ച രാവിലെ 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞ് പരാതി കൊടുക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ട് പോയിട്ട് വൈകിട്ട് 8 മണിയായിട്ട് ഇവർ അന്വേഷിക്കലല്ലാണ്ട് ഇവർ പരാതി കൊടുക്കാന്നില്ല. നിങ്ങളല്ലേ നിങ്ങളുടെ ഭാര്യയല്ലേ നിങ്ങൾ നോക്കേണ്ടത്? അവരെ മോള് കാണണ്ടായെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പരാതി അവര് കൊടുത്തോ കൊടുത്തില്ലേ, അവരുടെ മകള് കാണാതെ ഇല്ലെങ്കിൽ അവർക്ക് അതിൽ പ്രശ്നം പരാതി ഇല്ലെങ്കിൽ അവര് പരാതി കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കാണ് പരാതി ഇല്ല, നിങ്ങളുടെ ഭാര്യയും കുട്ടിയും കാണാനില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങളല്ലേ പരാതി കൊടുക്കേണ്ടത്. എന്നിട്ട് അത് പരാതി കൊടുത്തിരുന്നു. എന്നിട്ട് പരാതി കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ വന്ന് പിറ്റേ ദിവസം തിങ്കളാഴ്ച നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പരാതി കൊടുത്തു. അല്ല, നാട്ടിൽ പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ആടെ കൊടുക്കേണ്ടി വന്നു. നാട്ടിൽ വന്ന് പൈസയാക്കി ഞാൻ ആടെ ഇങ്ങോട്ട് വന്നു. കൊല്ലത്ത് പോയിട്ട് അവിടെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഞാൻ പറഞ്ഞു ഇന്ന പോലെ സംഭവം പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ്? തിങ്കളാഴ്ച 3-ാം തീയതി കഴിഞ്ഞ് 7-ാം തീയതി പരാതി കൊടുത്തു. ഈ സ്വന്തം ഭാര്യയെ കാണാതായി കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടം വരെ പോയി, അതൊരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. അല്ല, ഫോൺ ചെയ്ത് പറയാൻ പരാതി ഫോൺ ചെയ്ത് പറയാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകാവുന്ന ദൂരത്തിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അല്ലാതെ മാത്രമല്ല ഭാര്യ കണ്ടുപിടിക്കാൻ ആവശ്യമല്ലേ അവിടെ. അവര് പറഞ്ഞു പിന്നെ ഈ അമ്മച്ചി പറഞ്ഞു വെച്ചാൽ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കണം, ആദ്യം അന്വേഷിച്ചിട്ട് വന്നു, നമ്മൾ കൊടുത്തോളൂ വന്നു. അവര് പറഞ്ഞോ പറഞ്ഞില്ലേ, ഞാൻ അതല്ലേ പറയണത്. അവര് എന്തായാലും അത് കഴിഞ്ഞു. ഞാൻ കൊടുത്തു പരാതി കൊടുത്തിട്ട് ഇത് നീണ്ടു പോയി. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓരോ ദിവസം വിട്ട് അന്വേഷിച്ചുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഒരു വിവരമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ SP ഓഫീസിൽ പോയി പരാതി കൊടുത്തു. 2 ദിവസം കൊണ്ട്, അതായത് തിങ്കളാഴ്ച പോകേണ്ട പരാതി കൊടുത്തു. ചൊവ്വാഴ്ച നമുക്ക് അവർ പിടിച്ചു. ചൊവ്വാഴ്ച രാത്രി പിടിച്ചു. അതായത് ബുധനാഴ്ച പുലച്ചക്ക് 3:30 മണിക്ക് എനിക്ക് വിളി വന്നു. എവിടെ പിടിച്ചു? ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV,
ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ ജീവിതം@amritatv.com.